ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈറലായിക്കൊണ്ടിരിക്കുന്ന ബ്രെഡ് പാൻ കേക്കാണ് കേട്ടോ. ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. ബ്രെഡ് വെച്ചിട്ട് ഈസി ആയിട്ട് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന തൊട്ട് മുന്നേ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പാല് വേണം. ഇത് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു 3 ഏലക്കായുടെ സീഡ്സ് ഞാനിതുപോലെ ഒന്ന് പൊടിച്ചിങ്ങനെ ചതച്ചെടുത്തതുണ്ടാവുമല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്, ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വാനില എസൻസും വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പം നിർബന്ധമൊന്നുമില്ല, ഇതന്നെ കറക്റ്റ് മധുരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതാദ്യം തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ. മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് എടുക്കാം. അത് ഒരേപോലെ ഇതുപോലെ 2 ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ബട്ടർ വരുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒരു ബട്ടർ വരുന്ന രീതിയിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ചുകൂടെ ബട്ടർ എടുത്തിട്ട് കുറച്ച് ബട്ടർ നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാം. നമ്മൾ ബ്രെഡിൻ്റെ നടുവിലുള്ള ഭാഗങ്ങളൊന്നും ടോസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു അടിഭാഗവും മുകൾ ഭാഗവും മാത്രമേ നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ബട്ടർ എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോഴൊക്കെ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, ചെറിയ തീയിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ആ ഭാഗം ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് പിന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള മിൽക്ക് ഉണ്ടല്ലോ, ആ മിൽക്ക് കുറച്ചായിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മുകൾ ഭാഗത്ത് മാത്രമായിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒഴിക്കുന്ന ഈ 1/2 കപ്പ് പാല് മൊത്തത്തിൽ ഈ ഒരു ബ്രെഡ് സോക്കായിട്ട് കിട്ടണം. എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കേക്കായിട്ട് പാൻ കേക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ഭാഗത്തേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാല് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബ്രെഡ് ഈ പാലിൽ അങ്ങ് സോക്കായിട്ട് നല്ല ഒരു സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണം. എന്നാലും നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ആ കംപ്ലീറ്റ് പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ കംപ്ലീറ്റ് പാലും അങ്ങ് വറ്റിയിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾ വരുന്ന കുറച്ച് ടൈം മുന്നേ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേൻ വെച്ചിട്ടൊന്ന് അതിന് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു സ്പൂണിൽ കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ തേൻ എടുത്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നട്ട്സൊക്കെ കൂട്ടിയിട്ട് ഈ ഒരു ബ്രെഡ് കേക്ക് പാൻ കേക്ക് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ബദാം ഒന്നിങ്ങനെ ചെറുതായിട്ട് ക്രഷ് ചെയ്തത് ഇതിന് മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക്, ഇഷ്ടമായിട്ടില്ലെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കുക ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ FB പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്